ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കണ്ടേ? കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീരാമചന്ദ്രായ നമ. സീതാപ്രസവശ്രവണം. ശത്രുഘ്നൻ വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്ന ദിവസം തന്നെയാണ് സീതാദേവി അർദ്ധരാത്രി 2 പുത്രന്മാരെ പ്രസവിച്ചത്. അന്ന് ചിങ്ങമാസത്തിലെ തിരുവോണ നാളായിരുന്നു. മുനികുമാരന്മാർ വാൽമീകിയെ ആ വാർത്ത അറിയിച്ചു. ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന 2 കുഞ്ഞുങ്ങളെ കണ്ട് മഹർഷിയുടെ ഉള്ളം കുളിർത്തു. അവർക്ക് ലവകുശന്മാർ എന്ന് പേരിടുകയും ചെയ്തു. സീത പ്രസവിച്ച വിവരം ശത്രുഘ്നൻ മനസ്സിലാക്കി. വൃദ്ധ താപസികൾ രാമനാമം ചൊല്ലിയത് ശത്രുഘ്നൻ കേട്ടു. ആ രാത്രി തന്നെ കുമാരൻ ആശ്രമാന്തപുരത്തിലെത്തി. ഇത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു. പ്രഭാതത്തിൽ കൃത്യങ്ങളെല്ലാം നിർവഹിച്ച് വാൽമീകിയെ വന്ദിച്ച് കുമാരൻ യാത്രയായി. 7 രാവും പകലും യാത്ര ചെയ്ത് ശത്രുഘ്നൻ യമുനാ തീരത്തെത്തി. അവിടെ മുനിജനങ്ങളോടൊത്ത് താമസം തുടങ്ങി. മാന്ധാതാവിനെയും പടയെയും ദിവ്യശൂലത്താൽ കീഴ്പ്പെടുത്തിയവനാണ് ലവണാസുരൻ എന്ന് ച്യവനൻ കുമാരനെ ഓർമ്മപ്പെടുത്തി. പതിവ് പോലെ ലവണൻ അന്നും ഇര തേടി പുറത്തിറങ്ങി. മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ അരമനയുടെ മുന്നിൽ വില്ലുകുലച്ച് നിൽക്കുന്ന ശത്രുഘ്നനെയാണ് കണ്ടത്. കുമാരൻ ലവണനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിച്ചു. ലവണൻ ആയുധമെടുക്കുന്നതിന് മുൻപ് തന്നെ ശത്രുഘ്നൻ അമ്പെയ്ത് കഴിഞ്ഞു. ലവണനാകട്ടെ ഒട്ടും കുസാതെ അടുത്തു നിന്ന മരം പിഴുതെടുത്ത് കുമാരനെ എറിഞ്ഞു. നിലം പതിച്ചെങ്കിലും ഉണർന്നെഴുന്നേറ്റ ശത്രുഘ്നൻ രാമൻ നൽകിയ അമ്പെടുത്ത് അകർണാന്തം വലിച്ചുവിട്ടു. അതോടെ ലവണാസുരൻ്റെ കഥയും തീർന്നു. ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവന്മാർ കുമാരനെ അനുഗ്രഹിച്ചു. അന്നു മുതൽ മധുപുരം ശൂരസേന ദേശമെന്ന പേരിൽ ശത്രുഘ്നൻ ഭരിച്ചു. വർഷങ്ങൾക്കു ശേഷം ജ്യേഷ്ഠനെ കാണാനായി ശത്രുഘ്നൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വാൽമീകിയുടെ ആശ്രമവും സന്ദർശിച്ചു. ആ രാത്രിയിൽ ആശ്രമത്തിൽ രാമകഥ ഗാനരൂപത്തിൽ കേൾക്കുവാൻ ഇടയായി. രാമൻ്റെ കഥകൾ അതിമനോഹരമായ രീതിയിൽ വർണ്ണിക്കുന്ന ആ ഗാനത്തിൽ ലയിച്ച് കുമാരൻ കണ്ണീർ പൊഴിച്ചു. ഒരു പോള കണ്ണടയ്ക്കാൻ പോലും ശത്രുഘ്നന് കഴിഞ്ഞില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ശത്രുഘ്നൻ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. രാമൻ്റെ അടുക്കൽ ചെന്ന് തന്നെ അയോധ്യയിൽ കഴിയാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. രാമൻ കുമാരനെ സാന്ത്വനിപ്പിച്ച് 7 ദിവസങ്ങൾക്കകം തിരികെ വിടുകയും ചെയ്തു. ബ്രാഹ്മണ ബാലമരണം. മധുരാപുരിയിലേക്ക് ശത്രുഘ്നൻ പോയ ശേഷം ഏറെ നാൾ കഴിഞ്ഞു. ഒരു ദിവസം ഉൾനാട്ടുകാരനായ ഒരു ബ്രാഹ്മണൻ മകൻ്റെ ശവശരീരവുമായി കൊട്ടാരവാതിൽക്കലെത്തി. മകൻ്റെ അകാല മരണത്തിന് കാരണം രാജാവിൻ്റെ അധർമ്മമാണെന്ന് വിലാപത്തിനിടയിൽ അയാൾ വിളിച്ചു പറഞ്ഞു. രാജാവ് അധർമ്മിയായാൽ ജനങ്ങൾക്ക് അപമൃത്യു സംഭവിക്കാം. അങ്ങനെ പോയാൽ പ്രജകളും അധർമ്മം ചെയ്യും. അവരുടെ ജീവിതം മോശമാവുകയും ചെയ്യും. തൻ്റെ പുത്രനെ ജീവിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ രാമൻ്റെ മുമ്പിൽ വെച്ച് പത്നി സമേതം പ്രാണത്യാഗം ചെയ്യുമെന്നും ആ അന്തണൻ ശപഥം ചെയ്തു. കുട്ടിയുടെ മരണത്തിൻ്റെ കാരണമെന്തെന്ന് രാമൻ മുനിമാരോട് ആരാഞ്ഞു. ശൂദ്രനായ ഒരു മനുഷ്യൻ തപസ്സു ചെയ്യുന്നതിനാലാണ് ബാലൻ മരിച്ചതെന്ന് നാരദമുനി വെളിപ്പെടുത്തി. കുട്ടിയുടെ ജഡം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിക്കാൻ രാമൻ കൽപ്പന പുറപ്പെടുവിച്ചു. പിന്നീട്
പുഷ്പകത്തെ വരുത്തി തപസ്സനുഷ്ഠിക്കുന്ന ശൂദ്രനെ അന്വേഷിച്ച് രാമചന്ദ്രൻ യാത്ര തുടങ്ങി. ദക്ഷിണദിക്കിൽ തല കീഴായി കിടന്ന് തപസ് ചെയ്യുന്ന ഒരാളെ രാമൻ കണ്ടെത്തി. അതായിരുന്നു ശൂദ്രനായ ശംഭൂകൻ. സ്വർഗം ലഭിക്കാനാണ് താൻ തപസ് ചെയ്യുന്നതെന്ന് രാമനെ ശംഭൂകൻ അറിയിച്ചു. ശൂദ്രൻ തപസ് ചെയ്യുന്നത് അധർമ്മമാണെന്ന് വിധിച്ച് രാമൻ ശംഭൂകൻ്റെ തലയറുത്തു. അത് കണ്ട് ദേവന്മാർ സന്തോഷിച്ചു, രാമനെ അഭിനന്ദിച്ചു. ശംഭൂകൻ്റെ തല ഭൂമിയിൽ വീണ അതേ നിമിഷം ബ്രാഹ്മണ ബാലൻ നിദ്ര വിട്ടെന്ന പോലെ എഴുന്നേറ്റിരുന്നു. മടങ്ങും വഴി രാമൻ അഗസ്ത്യാശ്രമത്തിൽ ചെന്ന് മുനിയെ നമസ്കരിച്ചു. പിറ്റേന്ന് അയോധ്യയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കെയാണ് രാജസൂയ യാഗം നടത്തുവാൻ രാമൻ നിശ്ചയിച്ചത്. എന്നാൽ അതറിഞ്ഞ ഭരതകുമാരൻ രാജസൂയം വംശക്ഷയം ഉണ്ടാക്കുന്നതാണെന്നും അതിനാൽ രാമചന്ദ്രൻ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നും അപേക്ഷിച്ചു. അതോടെ രാമൻ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ അശ്വമേധ യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന് ലക്ഷ്മണൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. അപ്പോൾ ശ്രീരാമൻ ഇളൻ എന്ന മഹാരാജാവിൻ്റെ കഥ അനുസ്മരിച്ചു. ഇളൻ ഒരിക്കൽ നായാട്ടിന് പോയി. ആ സമയത്ത് പാർവതി പരമേശ്വരന്മാർ പരിവാരങ്ങളുമായി വനത്തിൽ വിഹരിക്കുകയായിരുന്നു. ഒരു രസത്തിനായി പുരുഷന്മാരെല്ലാം സ്ത്രീ രൂപമെടുത്ത് ഉല്ലസിച്ചിരുന്ന സമയത്താണ് രാജാവ് അവിടെ എത്തിയത്. ഇളനും കൂടെയുണ്ടായിരുന്നവരും പെട്ടെന്ന് തന്നെ സ്ത്രീകളായി മാറി. ഗത്യന്തരമില്ലാതെ ഇളൻ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. പുരുഷത്വമൊഴിച്ച് മറ്റെന്തും താൻ നൽകാമെന്ന് മഹാദേവൻ വാക്കു നൽകി. ഇളൻ പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. പാർവതീദേവിയുടെ മുന്നിൽ തൻ്റെ അപേക്ഷ ആവർത്തിച്ചു. പകുതി വരം നൽകാനേ തനിക്ക് കഴിയൂവെന്ന് ദേവി പറഞ്ഞു. അതനുസരിച്ച് 1 മാസം സ്ത്രീയായും 1 മാസം പുരുഷനായും ജീവിക്കുവാൻ ഇളൻ വരം വാങ്ങി. ഓരോ രൂപത്തിലായിരിക്കുമ്പോഴും മറുജന്മത്തിൻ്റെ സ്മരണ ഉണ്ടാവുകയില്ലെന്നും ദേവി അരുളി ചെയ്തു. സ്ത്രീരൂപമാർന്ന രാജാവിന് ഇള എന്ന പേർ ലഭിച്ചു. ഒരു ദിവസം പൊയ്കയിൽ കുളിച്ചുകൊണ്ടിരിക്കെ ഇള ചന്ദ്രപുത്രനായ ബുധൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇളയെ ബുധൻ ഭാര്യയായി സ്വീകരിച്ചു. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഇള പുരുഷരൂപമെടുത്ത് ഇളനായി. പൂർവ്വകഥകൾ അറിയാതിരുന്ന രാജാവ് സ്വരാജ്യത്തിലേക്ക് മടങ്ങുവാൻ തിരക്കുകൂട്ടി. ബുധനാകട്ടെ രാജാവിനെ വിടാതെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1 വർഷക്കാലം ഇളൻ അവിടെ താമസിച്ചു. അതിനിടെ അവർക്കൊരു പുത്രൻ ജനിച്ചു. അവനാണ് പുരൂരവസ് എന്ന പേരിൽ പ്രസിദ്ധനായത്. ഇളൻ്റെ ശ്രേയസ്സിനായി മഹാദേവനെ പ്രീതിപ്പെടുത്തണമെന്ന് ബുധൻ മനസ്സിലാക്കി. അതിനായി അശ്വമേധയാഗം നടത്തി. യജ്ഞാവസാനം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഇളന് ശാശ്വതമായ പുരുഷത്വം നൽകി. കഥ പറഞ്ഞ ശേഷം രാമൻ അശ്വമേധയാഗം നടത്താനുള്ള തൻ്റെ നിശ്ചയം പൂർത്തിയാക്കുന്നത് വംശത്തിന് ശ്രേയസ്കരമാകുമെന്ന് പറഞ്ഞു. അശ്വമേധാരംഭം. രാമചന്ദ്രൻ സഹോദരന്മാരെ വിളിച്ചു. വസിഷ്ഠൻ, വാമദേവൻ, ജംബാലി, കശ്യപൻ തുടങ്ങിയ മഹർഷിമാരെ വരുത്തുവാൻ ആജ്ഞാപിച്ചു. സുഗ്രീവനെയും വിഭീഷണനെയും ആളയച്ച് വരുത്തുവാനും നിർദ്ദേശം നൽകി. സാമന്ത രാജാക്കന്മാരെയും മറ്റു പ്രമുഖന്മാരെയും മുനിശ്രേഷ്ഠന് വിളിക്കുവാൻ ലക്ഷ്മണനെ ചുമതലപ്പെടുത്തി. പൗരജനങ്ങളെല്ലാം അയോധ്യാപുരിയിൽ തടിച്ചുകൂടി. അവർക്ക് സദ്യയൊരുക്കുവാൻ അസംഖ്യം ആൾക്കാർ ഒത്തുകൂടി. വിശാലമായ ഭോജനശാലകളും തയ്യാറായി. യാഗസ്ഥലത്തേക്ക് രാജമാതാക്കളും അന്തഃപുര സ്ത്രീകളും എത്തി. സ്വർണത്തിൽ തീർത്ത സീതാദേവിയെയും അവർ കൊണ്ടുവന്നു. അശ്വമേധത്തിന് ലക്ഷണമൊത്ത കുതിരയെ തിരഞ്ഞെടുത്തയച്ചു. കുതിരയെ പിന്തുടർന്ന് ലക്ഷ്മണകുമാരനും യാത്രയായി.
അന്യദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാർ രാമന് സമ്മാനങ്ങൾ നൽകി ബഹുമാനിച്ചു. അതിഥികളെ അവർക്കായി നിർമ്മിച്ച മന്ദിരങ്ങളിൽ പ്രവേശിപ്പിച്ചു. ശുശ്രൂഷിക്കാനായി സുന്ദരികളായ സ്ത്രീകളെ നിയോഗിച്ചു. ബ്രാഹ്മണന്മാർക്കും മറ്റും ദാനധർമാദികൾ നടത്തി. ആ ആഘോഷ പരിപാടികൾ 1 വർഷം നീണ്ടുനിന്നു. മഹായജ്ഞത്തിന് സാക്ഷ്യം വഹിച്ചത് നൈമിഷാരണ്യമാണ്. യജ്ഞത്തിൽ പങ്കെടുക്കാൻ ബ്രഹ്മർഷിയായ വാത്മീകിയും എത്തിയിരുന്നു. അദ്ദേഹം തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ച് താൻ രചിച്ച രാമായണ കാവ്യം യജ്ഞശാലയിലും അരമനയുടെ മുന്നിലും രാജമന്ദിരത്തിലും വീണമീട്ടി പാടുവാൻ കൽപ്പിച്ചു. മഹാരാജാവ് കാവ്യം കേൾക്കാൻ ആഗ്രഹിച്ചാൽ അങ്ങനെ ചെയ്യണമെന്നും ശിഷ്യന്മാരോട് ഉപദേശിച്ചു. ഏത് സമ്മാനം തന്നാലും അതിൽ ഭ്രമിക്കരുതെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പ്രജകളുടെ പിതൃസ്ഥാനത്തിരിക്കുന്നവനാണ് രാജാവ് എന്നും രാജാവിനെ ബഹുമാനിക്കണമെന്നും അവരോട് അരുളി ചെയ്തു. മഹർഷി പറഞ്ഞ പോലെ രാമായണകാവ്യം പാടിക്കൊണ്ട് മുനികുമാരന്മാർ അവിടെങ്ങും ചുറ്റി നടന്നു. മനോഹരമായ ആ ഗാനം കേട്ട് ഏവരുടെയും കരളലിഞ്ഞുപോയി. യാദൃശ്ചികമായി കാവ്യാലാപനം രാമൻ്റെ കാതിലുമെത്തി. ആ കാവ്യം മുഴുവൻ തനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുദിച്ച രാമൻ കുമാരന്മാരെ യജ്ഞവേദിയിലേക്ക് ക്ഷണിച്ചു. മുനിജനങ്ങളും മഹാരാജാക്കന്മാരും പണ്ഡിതന്മാരും നിറഞ്ഞ ആ സദസ്സിലേക്ക് കുമാരന്മാർ കടന്നുവന്നു. രാമചന്ദ്രന് തുല്യ തേജസ്സാർന്ന ആ കുമാരന്മാരെ കണ്ട് സദസ്യർ അത്ഭുതം കൂറി. സദസ്യരെ നമസ്കരിച്ച ശേഷം കുമാരന്മാർ ആലാപനം ആരംഭിച്ചു. ആദ്യ സർഗം പാടിയതു കേട്ട് കൈനിറയെ സ്വർണം അവർക്ക് പാരിതോഷികമായി നൽകി. മുനിമാർക്ക് എന്തിനാണ് സ്വർണമെന്ന് പറഞ്ഞ് കുമാരന്മാർ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ആരാണ് ഈ കാവ്യം രചിച്ചതെന്നും എവിടെയാണ് കഥ അവസാനിപ്പിച്ചിരിക്കുന്നതെന്നും ചോദിച്ചു. ആ മുനികുമാരന്മാർ ബഹുമാനത്തോടെ ഇങ്ങനെ പറഞ്ഞു: പ്രഭു, യജ്ഞശാലയിലെ ഋഷിവാടത്തിലെ എത്തിയിരിക്കുന്ന വാത്മീകി മഹർഷിയാണ് ഈ കാവ്യം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങയുടെ ചരിത്രം 24,000 ശ്ലോകങ്ങൾ കൊണ്ടാണ് മഹർഷി വിവരിക്കുന്നത്. അതിനു പുറമെ ഉത്തരകാണ്ഡവുമുണ്ട്. ഭാവി ജീവിതവും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ വിശ്രമവേളകളിൽ ഈ കാവ്യം ഞങ്ങൾ ആലപിക്കാം. കാവ്യാലാപം ശ്രവിക്കാനുള്ള തൻ്റെ ആഗ്രഹം രാമൻ പ്രകടിപ്പിച്ചു. മുമ്പിൽ നിൽക്കുന്ന മുനികുമാരന്മാർ സീതാപുത്രന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ മഹാരാജാവ് വാത്മീകിയുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. സീത പതിവ്രതയാണെങ്കിൽ പിറ്റേന്ന് പരിശുദ്ധി തെളിയിക്കാനായി ഇവിടെ എത്തണമെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. അതിന് മറുപടിയായി രാമൻ്റെ ആഗ്രഹത്തിനൊത്തേ സീത ജീവിക്കൂ എന്ന് മഹർഷി അരുളി ചെയ്തു. പിറ്റേന്ന് രാവിലെ മുനിമാരും മഹാരാജാക്കന്മാരും ഇരുന്നിരുന്ന വേദിയിലേക്ക് വാത്മീകിയുടെ പിന്നാലെ തപസ്വിനിയായ സീത കടന്നുവന്നു. പ്രവേശിച്ച ഉടനെ വാത്മീകി രാമനോടായി പറഞ്ഞു: രാമ, പരിശുദ്ധിയിൽ സംശയം തോന്നി അങ്ങ് ഉപേക്ഷിച്ച സദ്വൃത്തയായ സീതയാണിവൾ. അവൾക്ക് പിറന്ന ഇരട്ടപുത്രന്മാരാണ് ഈ നിൽക്കുന്ന ലവകുശന്മാർ. ഇവർ അങ്ങയുടെ മക്കളാണ്. അനേകായിരം വർഷം തപസ്സു ചെയ്തവനാണ് ഞാൻ. എൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുന്നത് സീത പരിശുദ്ധയും പതിവ്രതയുമാണെന്ന്. ഏതെങ്കിലും കളങ്കം അവളെ തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നേടിയ തപശക്തി നഷ്ടപ്പെടട്ടെ. അതു കേട്ട രാമൻ മുനിയെ വന്ദിച്ചുകൊണ്ട് ഇത്രമാത്രം അരുളി ചെയ്തു: പിതാവേ, സീത പരിശുദ്ധയാണെന്ന് എനിക്കറിയാം. ലങ്കയിൽ വെച്ച് അഗ്നിപരീക്ഷയിലൂടെ അവൾ പരിശുദ്ധി തെളിയിച്ചു. എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ തൃപ്തി വന്നിട്ടില്ല. അതിനാൽ സീത ഇവിടെ വെച്ച് തൻ്റെ പരിശുദ്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. ഞാൻ അവളെ സ്വീകരിച്ചു കൊള്ളാം. കാൽവിരലുകളിൽ കണ്ണുകളൂന്നി നിലവിളക്കിലെ തിരുനാളം പോലെ സാത്വികവും വിശുദ്ധവുമായ താപസവേഷത്തിൽ രാജസദസ്സിൽ നിന്നിരുന്ന സീത മെല്ലെ പറഞ്ഞു തുടങ്ങി. ദേവിയുടെ നേരെ കണ്ണുകൾ ഉയർത്തി
നോക്കാൻ പോലും കഴിയാതെ രാമൻ തല കുനിച്ച് നിലകൊണ്ടു. ഞാൻ മനസ്സുകൊണ്ട് പോലും രാമനെയല്ലാതെ മറ്റാരെയും ചിന്തിച്ചിട്ടില്ല. മനസ്സാ വാചാ കർമ്മണ ഞാൻ രാമചന്ദ്രനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇത് ശരിയെങ്കിൽ ഭൂമി ദേവി എനിക്ക് ഇടം നൽകട്ടെ. സീതയുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിലവിളക്കിന് മുന്നിൽ ഭൂമി നെടുകെ പിളർന്നു. ആ പിളർപ്പിനുള്ളിൽ നിന്ന് മിന്നൽ പോലെ ഒരു പ്രഭാമണ്ഡലം ഉയർന്നു വന്നു. അതിനുള്ളിൽ ഉജ്ജ്വല കാന്തിയോടെ ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു. സത്യവാചകം ചൊല്ലിയ ശേഷം ഉയർന്ന ശിരസ്സോടെ രാമനെ തൊഴുതു നിലകൊണ്ടിരുന്ന സീതാദേവിയെ ഭൂമിദേവി തന്നോട് ചേർത്ത് പിടിക്കുകയും രാമൻ്റെ അരുത് അരുത് എന്ന വിളികൾക്കിടയിൽ ഭൂമിക്കുള്ളിലേക്ക് മറയുകയും ചെയ്തു. ആ സമയം ഭൂമിയിലെ പിളർപ്പ് ഇല്ലാതെയായി. സീതയെ വീണ്ടെടുക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ അമ്പും വില്ലുമെടുത്ത രാമനെ വസിഷ്ഠൻ തടഞ്ഞു. തൻ്റെ മക്കളെ തന്നോട് തന്നെ ചേർക്കാനുള്ള ഭൂമിദേവിയുടെ അവകാശത്തെ നിഷേധിക്കാനാവുന്നതല്ല. വിധിവിഹിതം മാനിച്ച് മനസ്സിനെ സമാധാനിപ്പിക്കണമെന്ന് അദ്ദേഹം രാമനെ ഉപദേശിച്ചു. ഋഷിവര്യൻ്റെ വാക്കുകൾ കേട്ട് രാമൻ രാജസദസ്സ് പിരിച്ചുവിട്ടു. യജ്ഞം തീർന്നതോടെ ഋഷികൾക്കും സുഹൃത്തുക്കൾക്കും പൗരപ്രതിനിധികൾക്കും സമ്മാനങ്ങൾ നൽകി യാത്രയയച്ചു. സീതയോടുണ്ടായിരുന്ന അഗാധ സ്നേഹം അദ്ദേഹം പുത്രന്മാരിലേക്ക് പകർന്നുകൊടുത്തു. പിന്നീട് ശ്രീരാമൻ രാജ്യഭരണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.